ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കിന്ന് കണ്ണൂർ പോയൊരു വ്ളോഗ് കണ്ടാലോ ഗായ്സ്. നമ്മളിപ്പം ഈ ഏതാ കാപ്പിമല വെള്ളച്ചാട്ടത്തിലത്, പക്ഷേ ഇവിടെ വെള്ളം പോയിട്ട് ഒന്നുമില്ല. നല്ല സമയത്താണ് ഞങ്ങളിവിടെ വന്നത്. കണ്ട ഗായ്സ്, ഇവിടെയൊക്കെ വെള്ളം ഒഴുകണയാണ്, പക്ഷേ ഒന്നുമില്ല. ഇവിടെ ആകെ ഇത്ര വെള്ളമുള്ളു ഗായ്സ്. ഇവിടെയൊക്കെ നല്ല വെള്ളം ഒഴിച്ച് തന്നെയായിരുന്നു. പക്ഷെ ഗായ്സ്, ദേ കാപ്പിമല വെള്ളച്ചാട്ടത്തിലൂടെ പോകുന്ന വഴിയാണ് ദേ ഇത്. നല്ല വ്യൂ ഒക്കെ ആയിരുന്നു ഗായ്സ് അവിടെ നിന്ന്. പക്ഷെ അവിടെ വെള്ളം ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ വെള്ളമൊക്കെ കാണാൻ നല്ല ഇതായിരിക്കും, വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് എന്നൊക്കെ ഓർത്ത് പ്രതീക്ഷയിലാണ് ചെന്നത്. പക്ഷെ അവിടെ വെള്ളം ഒന്നും ഇല്ലായിരുന്നു ഗായ്സ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, അപ്പം എന്തായാലും ആ മലയുടെ ഇതുവഴി കയറാമെന്ന് വെച്ചാൽ നമ്മൾ ആ പാറക്കെട്ട് വഴിയൊക്കെ കയറുകയാണ് ഗായ്സ്. കയറാൻ വലിയ പാടൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇറങ്ങാൻ നേരം നല്ല ടഫായിരുന്നു. വലിയ കല്ലൊക്കെ ആയതുകൊണ്ട് നല്ല തെന്നിയൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെയോ അവിടെ ചെന്ന് കയറി. എന്നിട്ട് നല്ല വ്യൂ ആയിരുന്നു താഴത്തോട്ട് നോക്കുമ്പോഴൊക്കെ. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ ഇരുന്ന്. പിന്നെ അതിന് ശേഷം നമ്മൾ നേരെ താഴത്തോട്ട് ഇറങ്ങും. താഴത്തോട്ട് ഇറങ്ങിയപ്പം കുറച്ച് നല്ല ടഫായിരുന്നു ഇറങ്ങാൻ. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെയോ പിടിച്ചൊക്കെ നമ്മൾ ഇറങ്ങി. അതിന് ശേഷം പിന്നെ നമ്മൾ താഴത്തൊക്കെ ഇറങ്ങി. അവിടെ ഒരു കാപ്പിമല വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ബോർഡൊക്കെ ഉണ്ട്. അവിടെ പ്രവേശന സമയം 8 മണി ടു 6 മണി വരെയാണ് വൈകുന്നേരം. പിന്നെ നമ്മൾ അവിടെ ഒരു മുള കൊണ്ടുള്ള പാലുണ്ടായിരുന്നു ഗായ്സ്. ഞങ്ങൾ ഓർത്ത് അത് ഒടിഞ്ഞു പോകുമായിരിക്കുന്നു, പക്ഷേ ഇവർ പറഞ്ഞു ഒടിഞ്ഞു പോകത്തൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഇതേ കുറച്ച് നേരം ആ മുള കൊണ്ടുള്ള പാലത്തിലൊക്കെ കയറി. നല്ല പാലമൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇനി പോകാൻ പോകുന്നത് കണ്ണൂർ കോട്ടയിലാണ് ഗായ്സ്. അപ്പം നമുക്ക് കണ്ണൂർ കോട്ടയിൽ പോകാം ഗായ്സ്. നമ്മൾ കണ്ണൂർ കോട്ടയിൽ വന്നിരിക്കുകയാണ്. സ്റ്റീവ് നമ്മളെ ജയിലിൽ കാണിക്കാൻ പോവുകയാണ് ജയിലിൽ കാണാൻ പറ്റുമോ അറിയില്ല, നമുക്ക് ടൈമില്ല. ഒറിജിനൽ പീരങ്കി ഗായ്സ്, ഒറിജിനൽ പീരങ്കി നിങ്ങളെ കാണിച്ചു തരാം. നമ്മളവിടുന്ന് ഒറിജിനൽ പീരങ്കിയൊക്കെ കണ്ട്. പിന്നെ ഇത് ഫുള്ള് ജയിലാണ് ഗായ്സ്. ഗാന്ധിജിയൊക്കെ ഈ ജയിലിൽ കിടന്നിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാമെങ്കിൽ നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ അവിടെ നിന്ന് നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു. അവിടെ നല്ല കടലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ജയിലാണ്. ഇത് ജയിലിൻ്റെ അകമൊക്കെയാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ നടന്ന് പിന്നെ അവിടെ അവിടെ ഒരു ഇരിപ്പിടം ഉണ്ടായിരുന്നു ഗായ്സ്. അവിടെ മീറ്റിംഗ് കൂടുന്ന സ്ഥലമായിരുന്നെന്നാണ് ഇവർ പറഞ്ഞത്. നമുക്കിതിനെപ്പറ്റി കറക്റ്റായിട്ടൊന്നും അറിയത്തില്ല. പിന്നെ അവിടെ സൺസെറ്റൊക്കെ ഉണ്ടായിരുന്നു. ഗായ്സ്, അവിടെ 2 മണിക്കൂറെങ്കിലും മിനിമം കാണാനുള്ള കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളവിടെ ഓൾറെഡി എത്തിയപ്പോൾ തന്നെ 5:30 ആയായിരുന്നു. അവിടെ 6 മണി വരെ ഉള്ളായിരുന്നു. അപ്പോൾ പിന്നെ അരമണിക്കൂർ കൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെയോ പെട്ടെന്ന് ഓടി കാണുകയായിരുന്നു ഗായ്സ്. അവിടെ ഇത് ഫുള്ള് നല്ല വ്യൂ ആണ് ഗായ്സ്. നല്ല രസമുണ്ടായിരുന്നു. നല്ല സൺസെറ്റൊക്കെ ആയിരുന്നു. ഗായ്സ്, പിന്നെ അവിടെ കസാരയൊക്കെ ഇങ്ങനെ നിരന്നിരിക്കുന്നുണ്ടായിരുന്നു. പണ്ട് അവർ മീറ്റിംഗ് കൂടിക്കൊണ്ടിരുന്ന അപ്പം ഇരിക്കാനായിട്ടുള്ള കസാരയൊക്കെ ആണെന്നാണ് ഇവർ പറഞ്ഞത്. കറക്റ്റായിട്ട് അറിയത്തില്ല എന്താന്ന്. ഗായ്സ്, പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോയി. ഗായ്സ്, ഇനി നമ്മൾ പോകാൻ പോകുന്നത് അവിടെ അടുത്തുള്ളൊരു ബീച്ചിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഗായ്സ്, നമ്മളങ്ങനെ അവിടെ അടുത്തുള്ളൊരു ബീച്ചിലൊക്കെ ചെന്നു. ഈ ബീച്ചിൻ്റെ പേരെനിക്കറിയത്തില്ല.
അങ്ങനെ നമ്മളവിടെ ചെന്നു, കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു. നമുക്ക് രാത്രിയായിരുന്നു ട്രെയിൻ, അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസൊക്കെ അതിനകത്ത് ആഡ് ചെയ്യാം ഗായ്സ്. പിന്നെ സൂര്യനൊക്കെ കയ്യിലൊക്കെ വെച്ച് ഫോട്ടോയൊക്കെ എടുക്കാൻ നോക്കി, പക്ഷെ അത് പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു ഗായ്സ്.